പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടിക്ക് ഒരുങ്ങുമ്പോൾ രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം ഇന്ന് ചേരും. ഇതുവരെ കൈക്കൊണ്ട നടപടികൾ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിശദീകരിക്കും. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതിയും ഇന്ന് യോഗം ചേർന്നേക്കും. ഇതിനിടെ ജമ്മുകശ്മീരിൽ ഭീകരർക്കായുള്ള തെരച്ചിലും അതീവ ജാഗ്രതയും തുടരുകയാണ്. മേഖലയിലെ സാഹചര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഇരു രാഷ്ട്രങ്ങളും ചർച്ചയിലൂടെ പരിഹാരം കാണണമെന്ന് നിർദ്ദേശിച്ചു. സ്ഥിതി വഷളാക്കരുതെന്ന് ഇന്ത്യയോടും പാകിസ്ഥാനോടും അമേരിക്ക ആവശ്യപ്പെട്ടു. അതേസമയം വലിയ ഭീതിയിലാണ് പാകിസ്ഥാൻ. സൈനിക നടപടി പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട്. 24 മുതൽ 36 വരെ മണിക്കൂറിനുള്ളിൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് കൃത്യമായ വിവരം ലഭിച്ചുവെന്ന് പാക് വാർത്താ വിതരണ മന്ത്രി അത്തൌല തരാർ പ്രതികരിച്ചു. Pakistan has credible intelligence that India intends carrying out military action against Pakistan in the next 24 to 36 hours on the pretext of baseless and concocted allegations of involvement in the Pahalgam incident. India's self-assumed hubristic role of judge, jury and executioner in the region is reckless and vehemently rejected. Pakistan has been the victim of terrorism itself and truly understands the pain of this scourge. We have always condemned terrorism in all its forms and manifestations anywhere in the world. രാകേഷ് വിശദമായ വിവരങ്ങളുമായി. രാകേഷ്, ഇത് 2-3 തരത്തിൽ കാണാം. ഒന്ന്, ഏറ്റവും ആദ്യം നമുക്ക് ഈ പാകിസ്ഥാന്റെ ഭീതിയിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് കൃത്യമായ വിവരങ്ങളൊക്കെ പാകിസ്ഥാന് ലഭിക്കുന്നുണ്ട്. പക്ഷേ കശ്മീരിൽ നടക്കുന്ന ഭീകരാക്രമണത്തെക്കുറിച്ച് അത് ആര് നടത്തി എന്നതിനെ കുറിച്ച് മാത്രമേ പാകിസ്ഥാന് വിവരം ലഭിക്കാത്തതുള്ളൂ. മറ്റെല്ലാ കാര്യങ്ങളും കൃത്യമായി ലഭിക്കാറുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു ആശങ്ക, ഇന്ത്യയുടെ ഒരു തിരിച്ചടി ഏത് നിമിഷവും ഭയന്നുകൊണ്ടാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത്. എന്താണ് ഈ അത്തൌല തരാറിന്റെ ഈ പ്രസ്താവനയുടെ പശ്ചാത്തലം? അതേസമയം കശ്മീരിൽ സേനയോട് ഏത് തരത്തിലുള്ള തിരിച്ചടിക്കും ഒരുങ്ങിക്കോളാൻ, അല്ലെങ്കിൽ അതിനുള്ള ഒരു അനുമതി നൽകി കഴിയുമ്പോൾ അങ്ങനെ ഒരു തിരിച്ചടി അധികം വൈകില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? പാകിസ്ഥാൻ ഭീതിയിലാണ് ശ്രീജ. കാരണം ഇന്നലെയാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു നിർണായക യോഗം ഡൽഹിയിൽ ചേർന്നത്. ഈ യോഗത്തിലാണ് ഇന്ത്യക്ക് അല്ലെങ്കിൽ സൈന്യത്തിന് പൂർണ്ണ അധികാരം തിരിച്ചടിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത്. അതായത് സമയം, ഒപ്പം തന്നെ എവിടെയൊക്കെ ലക്ഷ്യം വെക്കണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ സൈന്യത്തിന് തീരുമാനമെടുക്കാം എന്നാണ് ഈ യോഗത്തിന് ശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത്. മാത്രവുമല്ല, ഇത്തരം നീക്കങ്ങൾ പലപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. 2016 ഉറിയിൽ ഭീകരാക്രമണം നടത്തിയപ്പോഴും അതിനുശേഷം പുൽവാമയിൽ ആക്രമണം നടത്തിയപ്പോഴൊക്കെ തന്നെ സൈന്യത്തിന് ഇത്തരത്തിൽ പൂർണ്ണ അധികാരം നൽകിയിരുന്നു കേന്ദ്ര സർക്കാർ. അതുകൊണ്ടൊരു സന്ദേശം കൃത്യമായി സർക്കാർ സൈന്യത്തിന് നൽകിക്കഴിഞ്ഞു. അപ്പോൾ സൈന്യമാണ് ഇനി എപ്പോൾ തിരിച്ചടിക്കേണ്ടത്, എവിടെ തിരിച്ചടിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കേണ്ടത്. ഏതായാലും അത്തരം വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെയാണ് പാകിസ്ഥാൻ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ പ്രതികരണം വന്നിട്ടുള്ളതെന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 3 മണിക്കൂർ മുമ്പാണ് അത്തൌല തരാർ ഈ തൻ്റെ എക്സിൽ ഇക്കാര്യം കുറിച്ചിരിക്കുന്നത്. ഒരു വീഡിയോ സഹിതമാണ് എക്സിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതിലാണ് 24 മുതൽ 34 മണിക്കൂറിനുള്ളിൽ തന്നെ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന കൃത്യമായ വിവരമുണ്ട്, ഇന്റലിജൻസ് വിവരമുണ്ട് എന്ന പ്രതികരണം അത്തൌല തരാർ നടത്തിയിരിക്കുന്നത്. കാരണം പാകിസ്ഥാൻ ഉന്നയിക്കുന്ന വാദം ഇന്ത്യ ഇത്തരത്തിൽ തെളിവുകളില്ലാതെയാണ്, മാത്രവുമല്ല അടിസ്ഥാനരഹിതമായ വാദമാണ് പാകിസ്ഥാനെതിരെ ഉന്നയിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ല എന്ന വാദം ആണ് ഏതായാലും തരാർ നിരത്തുകയും ചെയ്യുന്നത്. തീർച്ചയായും പാകിസ്ഥാൻ വലിയ ഭീതിയിലാണെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇന്നലത്തെ യോഗത്തിന്റെ തീരുമാനങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ സമയമടക്കം പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണം വന്നതുകൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. ഏതായാലും അതിർത്തിയിൽ ഇന്ത്യ ഏത് സമയത്തും ഇന്ത്യയുടെ സൈനിക നീക്കം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ UN ഇടപെടൽ കൂടി ഈ ഘട്ടത്തിൽ വന്നിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. അദ്ദേഹം വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി ഫോണിൽ സംസാരിച്ചു. അതിനുശേഷം പാക് പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു. വിദേശകാര്യ മന്ത്രിയുമായുള്ള സംഭാഷണത്തിൽ പറഞ്ഞത് ശക്തമായി അപലപിക്കുന്നു, പഹൽഗാം ഭീകരാക്രമണത്തിൽ UN ശക്തമായി അപലപിക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ മേഖലയിൽ സമാധാനം നിലനിർത്തണം, നിലവിലെ അവിടുത്തെ സ്ഥിതിഗതികളിൽ ആശങ്കയുണ്ട് എന്നാണ് UN അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ നടത്തണം, ചർച്ചകൾക്ക് UN മുൻകൈയെടുക്കാൻ തയ്യാറാണ്, ചർച്ചകളിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്നൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സമാനമായ പ്രതികരണം തന്നെയായിരിക്കാം പാക് പ്രധാനമന്ത്രിയോടും നടത്തിയിട്ടുണ്ടാവുക. അമേരിക്കയും ഈ ഘട്ടത്തിൽ പ്രശ്നം പരിഹരിക്കണം എന്നൊരു സന്ദേശം നൽകിക്കൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അതായത്
ചർച്ചകൾ നടക്കട്ടെ എന്ന പ്രതികരണം തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തും ഉണ്ടാകുന്നത്. ഏതായാലും പാകിസ്ഥാന്റെ ഇപ്പോഴുള്ള ഭയപ്പാടിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യ ഈ ഘട്ടത്തിൽ ഉറപ്പാക്കുകയാണ്. ഏറ്റവും ഒടുവിലായി തുർക്കി ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. തുർക്കിയുടെ പ്രതികരണം തന്നെ പഹൽഗാമിൽ നടന്നത് ഭീകരാക്രമണം എന്ന് തന്നെയാണ് തുർക്കി വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ആഫ്രിക്കൻ രാജ്യങ്ങൾ പലതും ഇന്ത്യക്ക് ഈ ഘട്ടത്തിൽ പിന്തുണ നൽകുന്നുണ്ട്. ഇങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ രാജ്യങ്ങളെ ഒപ്പം നിർത്താൻ രണ്ട് രാഷ്ട്രങ്ങൾ ശ്രമിക്കുമ്പോൾ ഈ രാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഇപ്പൊ ചൈന ഒഴികെയുള്ള രാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഇത്തരത്തിലൊരു പ്രതികരണം ഈ ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ആക്രമിക്കുമെന്ന് പരസ്യമായി പറയുന്ന രീതിയിലേക്ക് പാകിസ്ഥാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാകേഷ്, ഇന്ന് രാഷ്ട്രീയ കാര്യങ്ങൾക്ക് കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം ചേരുന്നുണ്ട്. അതായത് ഇതുവരെ കൈക്കൊണ്ട നടപടികൾ അറിയിക്കുക മാത്രമല്ല, ഒരു പക്ഷേ നമ്മൾ എങ്ങനെയാണ് ഇതിൽ മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നൊരു കൃത്യമായ ഒരു സൂചന കൂടി മന്ത്രിസഭയ്ക്ക് മുന്നിൽ ഇന്ന് വിശദീകരിക്കുമോ? അതേസമയം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, തുടർച്ചയായ 6ാം ദിവസവും പാക് പ്രകോപനം അതിർത്തിയിൽ തുടരുകയാണ്. ഇന്നിപ്പോൾ പ്രഗ്വാൾ സെക്ടറിൽ നിന്നാണ് അത്തരം വാർത്തകൾ വരുന്നത്. ശ്രീജ, പല നിർണായക യോഗങ്ങളും ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു. അതിൽ തന്നെ ഈ ഭീകരാക്രമണം നടന്നതിന് തൊട്ട് പിന്നാലെ നടന്ന യോഗമാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗം. അതിൽ പ്രധാനമന്ത്രി ഒപ്പം തന്നെ വിദേശകാര്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രി, ഈ 4 പേരടങ്ങുന്ന, ധനമന്ത്രി ഉൾപ്പെടെ ഈ 5 പേരടങ്ങുന്നതാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി. ആ സമിതിയാണ് നയതന്ത്ര തലത്തിൽ പല തീരുമാനങ്ങളും ഇതിനോടകം തന്നെ കൈക്കൊണ്ടുള്ള അത്തരമൊരു നടപടി ഇന്ത്യ ഇതിനോടകം തന്നെ ആരംഭിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് വിസ റദ്ദാക്കുന്ന നടപടിയിലേക്ക് ഇന്ത്യ കടന്നു കഴിഞ്ഞു. സിന്ധു നദീജല കരാർ സസ്പെൻഡ് ചെയ്ത നടപടിയിലേക്ക് കടന്നു കഴിഞ്ഞു. അട്ടാരി അതിർത്തി അടച്ചു. അങ്ങനെ പ്രധാനപ്പെട്ട 5 നടപടികൾ കൈക്കൊണ്ടത് ആ യോഗത്തിന് ശേഷമാണ്. ഇപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി കൂടി ചേരുമ്പോൾ കുറച്ചുകൂടി ഗൗരവം വർദ്ധിക്കുകയാണ്. കാരണം രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതിയാണ് രാഷ്ട്രീയമായ തീരുമാനങ്ങൾ, ഒപ്പം തന്നെ സാമ്പത്തികമായ തീരുമാനങ്ങൾ, രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, ഈ തീരുമാനങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്ത് ഒരു തീരുമാനം നടപ്പാക്കുന്നത് ഇത്തരത്തിൽ രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതിയാണ്. ഇതിനു മുൻപ് രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം ചേർന്ന് പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷമാണ്, അതായത് 2019. അതിനുശേഷം അതിർത്തിയിൽ ഇപ്പോൾ സമാനമായ സാഹചര്യം വരുമ്പോൾ വീണ്ടും രാഷ്ട്രീയകാര്യ സമിതിക്കുള്ള യോഗം ചേരുകയാണ്. ഇത് 5 പേരടങ്ങുന്നില്ല, കുറച്ചുകൂടി വിശാലമായ സമിതിയാണ്. പ്രധാനമന്ത്രി തന്നെയാണ് അധ്യക്ഷൻ. ധനമന്ത്രി, വിദേശകാര്യമന്ത്രി, പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി തുടങ്ങി സഖ്യകക്ഷി നേതാക്കൾ കൂടി ഈ സമിതിയുടെ ഭാഗമാണ്. പ്രത്യേകിച്ച് 2ാമത്തെ ഘടകകക്ഷിയാണ് NDAയിലെ TDPയുടെ റാംമോഹൻ നായിഡു CCPIയിലെ അംഗമാണ്. അങ്ങനെ ഒരു വിശാല യോഗമാണ് നടക്കുന്നത്. അതിനുശേഷം ഇന്ന് ഏതായാലും സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതിയും യോഗം ചേരുന്നുണ്ട്. ക്യാബിനറ്റ് യോഗവും ഇന്ന് തന്നെ ചേർന്നേക്കുമെന്നാണ് സൂചന. അങ്ങനെ ഒരു 3 നിർണായക യോഗങ്ങൾക്ക് ഡൽഹി സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ്. ഏതായാലും ഇതുവരെ കൈക്കൊണ്ട നടപടികൾ, ഒപ്പം ഇനി എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളിൽ രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗത്തിൽ ചർച്ച ചെയ്യാനുള്ള നീക്കമുണ്ട്, അല്ലെങ്കിൽ തീരുമാനമുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ തന്നെ വിശദമായി ചർച്ച നടക്കും. ഏതായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഒരു സൈനിക നടപടി പ്രതീക്ഷിക്കാം. അത് ഏത് തരത്തിൽ, എപ്പോൾ എന്നത് മാത്രമാണ് ഇനിയുള്ള ചോദ്യം. ശ്രീജ, ശരി, വളരെ വിശദമായ വിവരങ്ങൾ നൽകിയത് രാകേഷാണ്, നാഷണൽ ഡെസ്കിൽ നിന്ന്.